അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ഗ്രാജുവേഷൻ ആണ്. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് മൊമെന്റ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി എന്താ നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ്, അതൊക്കെ ഞങ്ങൾ ഭയങ്കര ഇതോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ വന്നപ്പോഴുള്ള ഒരു ഇതല്ല ഇപ്പം ഞങ്ങൾക്കുള്ള ഫീലിങ്സ് ഒക്കെ. ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം ആരെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവരെയൊക്കെ ഇനി പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ഇവരെ മിസ് ചെയ്യും. കോളേജും കോളേജ് ലൈഫും റൂമും എല്ലാം ഞങ്ങൾ മിസ് ചെയ്യും. 4 വർഷത്തെ എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ വന്നിട്ട് കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്ത് തോന്നിയപ്പോൾ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ തോന്നി എങ്ങനെയും ഇറങ്ങി പോയാൽ മതിയെന്ന്. പക്ഷെ ഈ 4th ഇയർ എത്തി ഈ ഒരു ഡേ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇവരെയൊക്കെ വിട്ടു പോകാന്ന് പറയുമ്പോഴും ഈ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഹോസ്റ്റല്, ഫ്രണ്ട്സ്, ക്രിക്കറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. ഈ കോളേജിൽ പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ മിസ് ചെയ്യും. സാധാരണ ഉള്ളൊരു നഴ്സിംഗ് കോളേജ് പോലെയല്ല ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം, അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം. വേറെ നഴ്സിംഗ് കോളേജിന്റെ കമ്പാരിറ്റീവ്ലി നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കുറെ മൊമെന്റ്സ് ഉണ്ട്. സാധാരണ നഴ്സിംഗ് സ്റ്റുഡൻസിനെക്കാളും കൂടുതൽ മെമ്മറീസും മൊമെന്റ്സും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ താങ്ക്സ് പറയാം മാനേജ്മെന്റിന്റെ അടുത്തൊക്കെ, ഇത്രയും നല്ലൊരു മൊമെന്റ്സ് ഒക്കെ കിട്ടിയതിനും തന്നതിനൊക്കെ കൂടെ. ഞങ്ങൾ ആരും വിചാരിച്ചു ഞങ്ങൾ ഇത്രയും ഒരു അടുപ്പം വരും, ഫ്രണ്ട്സ് തമ്മിൽ ഇത്രയും ഒരു അടുപ്പം വരും ഞങ്ങൾ വിചാരിച്ചില്ല. ഇത്രയും 4 വർഷത്തിനിടെ പല വഴക്കും അടിയിടും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയമാകുമ്പോഴത്തേന് എല്ലാവരും അതെല്ലാം മറന്ന് ഒന്നിച്ച് നല്ലൊരു സൗഹൃദത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റിൻ സാറും ജെറിൻ സാറും ആയിരുന്നാലും ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നാലും അവരെ വിളിച്ചുടഞ്ഞ് അവർ അതിനായിട്ടുള്ള സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്തി തരാറുണ്ട്. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ കുട്ടികളുടെ ഗ്രാജുവേഷൻ ഡേ ആണ് ഇന്ന്. കുട്ടികൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കളും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ബാച്ചിലെ സ്റ്റുഡൻസും നമുക്ക് ഒരുപോലെയാണെങ്കിലും എനിക്ക് വളരെ അടുപ്പവും സൗഹൃദമുള്ള ഒരു ബാച്ചാണ് ഇന്ന് ഗ്രാജുവേറ്റ് ആകുന്നത്. എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് നല്ലൊരു ഭാവി ഞാൻ നേരുന്നു. അതുപോലെ തന്നെ സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങളുടെ പാരന്റ്സിനും നിങ്ങൾ എന്നും ഒരു അഭിമാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. हम सभी वेस्ट बंगाल से हैं। 3 साल में सब कुछ अच्छा ही गया हम लोगों के साथ। फ्रेंड्स भी अच्छे थे और टीचर्स भी अच्छे थे। अभी जो है न्यू मैनेजमेंट वो लोग भी बहुत अच्छे हैं, हालांकि बहुत अच्छे हैं, स्वीट बिहेव करते हैं हम लोग के साथ, बहुत ही अच्छे हैं। कभी एहसास होने नहीं दिया हम लोगों के कि हम लोग इतने दूर से आए हैं। इधर ही सबके साथ घुल मिल के मतलब बहुत अच्छा लगा हम लोगों को। ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതലേ ആഗ്രഹിച്ചൊരു കാര്യമാണിത്. ഗ്രാജുവേഷൻ എന്ന് നടക്കുമെന്ന്. പക്ഷേ പെട്ടെന്ന് ഈ ഗ്രാജുവേഷൻ നടന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു വിഷമം, ഇവിടെ എല്ലാം വിട്ടുപോകുന്നല്ലോ എന്നൊരു. പിന്നീട് ഒരു സന്തോഷമുണ്ട്, ലൈഫിൻ്റെ അടുത്തൊരു പടിയാണല്ലോ ഇതെന്നൊരു സന്തോഷമുണ്ട്.
സന്തോഷമുണ്ട്. ഞാൻ നേഴ്സെ കാണാൻ എപ്പോഴും എൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. എന്നെക്കാളുപരി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരായിരിക്കും. കൊച്ചു പഠിച്ചൊരു നേഴ്സായി കാണണം എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം. അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ കൊച്ചു ഇന്നത് നിറവേറ്റി നല്ല രീതിയിൽ പഠിച്ച് നല്ല അധ്യാപകർ നല്ല രീതിയിൽ പഠിപ്പിച്ച് സൂര്യ കോളേജിന് ഒത്തിരി നല്ലത് ചെയ്യാൻ വരട്ടെ എന്നുള്ളതെല്ലാം നല്ല രീതിയിൽ ഒത്തിരി സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഇന്ന് എൻ്റെ പെങ്ങള് ഗ്രാജുവേറ്റ് ആവുക. വി ബോത്ത് ആർ നഴ്സസ്. അപ്പോൾ ഞങ്ങളുടെ മേലെ വീട്ടിൽ കുടുംബത്തിലേക്ക് ഇനിയൊരു നഴ്സും കൂടി വരുവാണ്. സോ വി ആർ സോ ഹാപ്പി ആൻഡ് ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ. വളരെ സന്തോഷമുള്ളൊരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പേരൻസും വളരെയധികം പ്രൗഡായിട്ടുള്ള ഒരു മൂമെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ലൈഫ് ഫ്യൂച്ചർ. വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ബാംഗ്ലൂരെത്തി ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം വിജയിച്ചെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഗ്രാജുവേഷൻ ആയതിൽ വളരെയേറെ സന്തോഷമുണ്ട്.